Hi dear students, 2025 NEET examination question ആണ്. An electron moving with a speed of c by 100 is injected into a magnetic field of strength 9 × 10⁻⁴ Tesla perpendicular to its direction of motion. We wish to apply a uniform electric field together with the magnetic field so that the electron does not deflect from the path. Okay, then ഈ ക്വസ്റ്റ്യൻ വെലോസിറ്റി സെലക്ടർ എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാനിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നു. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പറാണ്. ഇതിലേക്ക് ഞാനൊരു ഇലക്ട്രോണിനെ ഇഞ്ചക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ അകത്തേക്ക് മൂവ് ചെയ്താൽ ഈ ഇലക്ട്രോണിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും, ആ ഫോഴ്സ് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുക. ആ ഫോഴ്സിൻ്റെ പേര് -c × v × b എന്നാണ്. ഓക്കെ, അതേസമയം തന്നെ ഞാൻ മുകളിൽ ഒരു പോസിറ്റീവ് പ്ലേറ്റും താഴെ ഒരു നെഗറ്റീവ് പ്ലേറ്റും കൊടുത്താൽ ഇതിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ആക്ട് ചെയ്യും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്നത് മുകളിലേക്കാണ്. അതിനെ നമുക്ക് E എന്ന് എഴുതാം, അല്ലെങ്കിൽ -e എന്ന് എഴുതാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇവിടെ E യും മാഗ്നറ്റിക് ഫോഴ്സ് E × v × b യുമാണ്. ഓർ EVB sin θ, തീറ്റയുടെ വാല്യൂ 90 ആയതുകൊണ്ട് EVB എന്ന് എഴുതാം. ഇനി ഈ പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് പോകണമെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളും ക്യാൻസൽ ഔട്ട് ചെയ്യണം. അപ്പോൾ കണ്ടീഷൻ നമുക്ക് എഴുതാം, EVB = EE. ഇയും ക്യാൻസൽ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് V × B. വിയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നു c/100. സിയുടെ വാല്യൂ ഞാൻ എഴുതി 3 × 10⁸ by 100 into electric field. Magnetic field value is given 9 × 10⁻⁴. സിംപ്ലിഫൈ ചെയ്താൽ 3 × 9 27, 10⁻8 10⁻⁴ കൂടി 10⁴ ആണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ 10⁻2. അവർ രണ്ടുപേരും കട്ട് ചെയ്താൽ 10⁻2 വോൾട്ട്സ് പെർ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 27 × 10⁻2 വോൾട്ട്സ് പെർ മീറ്റർ ആണ്. ഒരു കാര്യം കൂടി നമുക്കറിയാം, വെലോസിറ്റി സെലക്ടറിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അവർ രണ്ടുപേരും ഈ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനോടും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇവർ മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിലായിരിക്കണം. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ തേർഡ് ഓപ്ഷൻ കറക്റ്റായി മാച്ച് ചെയ്യുന്നു. ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇസ് 27 × 10⁻² വോൾട്ട്സ് പെർ മീറ്റർ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ.